ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ സ്പെഷ്യൽ വെജ് പുലാവാണ് കേട്ടോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ചു. അതിന് ശേഷം ഉണക്കമുളക് പച്ചമുളകും ഇട്ട് അതൊന്ന് മൂത്തതിന് ശേഷം സവോള ഇട്ടു കേട്ടോ. അത് വഴറ്റി ആയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇതാ പുതിന ഇട്ടു, മല്ലിയില ഇട്ടു. ഈ മല്ലിയില ആഫ്രിക്കൻ മല്ലിയില ഇട്ടു, നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് വല്ലപ്പോഴും മറ്റേ മല്ലിയില വാങ്ങിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഇത് ക്യാപ്സിക്കാണ്, റെഡ്, പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഇട്ടു. അത് നന്നായി വഴറ്റിയതിന് ശേഷമാണ് ബീൻസ് ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, അതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ടു. ഇത് നല്ലോണം വഴറ്റണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരി ഇട്ടു. ഇത് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ, വൈറ്റ്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വലിയാൻ വെച്ചിരുന്നു കേട്ടോ, വാരി വെച്ചതാണ്. ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെത് മാറുന്ന വരെ നമ്മൾ ഇതിലിട്ട് വറുത്തെടുക്കണം. അതിന് ശേഷം ഉപ്പിട്ടു, പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ഈ വറുത്തിട്ട് അരി അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് വെച്ചാൽ എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കണം. ഇതാ ഏകദേശം വേവായി. ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് വെന്ത് പുലാവ് റെഡിയായി കേട്ടോ. ഇതിലേക്ക് നമ്മൾ തൈരാണ് എടുത്തത്. അതുപോലെ കുക്കുംബർ നമ്മളെ തൊടിയിൽ നിന്ന് പറിച്ചിട്ട് വന്ന കുക്കുംബറാണ്, അതും വെച്ചു. ഏകദേശം 2 നാഴി അരിയാണ് വെച്ചത്. 2 നാഴി അരി 3 പേർക്ക് ശരിക്ക് കഴിക്കാം കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.